ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് ഒരു മോർണിംഗ് വ്ളോഗാണ്. എന്താണെന്ന് വെച്ചാൽ എന്താ അറിയില്ല, ഒരു കാരണമില്ലാതെ ഇപ്പോൾ 5:30 ആകുമ്പോൾ 5 മണിയൊക്കെ ആകുമ്പോൾ എണീക്കുന്നുണ്ട്. പണി ഇല്ലെങ്കിൽ 5:30 ആകുമ്പോൾ എണീക്കും, പണി ഉണ്ടെങ്കിൽ 7 മണി 8 മണിക്ക് എണീക്കുള്ളൂ. അതെന്താ സംഭവം എന്നറിയില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു 5:30 ആയപ്പോൾ എണീറ്റിട്ടുണ്ട്. നേരെ അടുക്കളയിലോട്ട് വന്ന് ചോറിനുള്ള വെള്ളം വയ്ക്കാൻ കേട്ടോ. ഇപ്പോൾ ചോറ് കൊണ്ടുപോകണത് കാരണം ചേട്ടന് ചോറ് കൊണ്ടുപോകുന്നത് കാരണം നമ്മൾ രാവിലെ എണീറ്റ് ചോറ് ഉണ്ടാക്കും ഫസ്റ്റ് തന്നെ. വേറെ ചായയും കടിയും അങ്ങനെയൊന്നും ഉണ്ടാക്കാൻ നിൽക്കില്ല കേട്ടോ. അപ്പോൾ ചോറിന് വെള്ളം വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, എല്ലായിടത്തും കൂടെ ഒന്ന് അടിച്ചു വാരാൻ നിന്നിട്ടോ. രാത്രി അടിച്ചു വരിട്ടാണ് കിടക്കാറ്, എന്നാലും വാതിലിൻ്റെ ഇതിന്നൊക്കെ പൊടി ചാടും. അപ്പോൾ അതൊക്കെ കുറച്ചുണ്ടായിരുന്നു. അടിച്ചു വാരിട്ടപ്പോഴേക്കും നമ്മുടെ വെള്ളം തിളച്ചിട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, 2 ഗ്ലാസ് അരി അളന്നെടുത്തിട്ട് അതൊന്ന് കഴുകിയിടാൻ നിന്നു. ഈ അരി പെട്ടെന്ന് വേവും കേട്ടോ. അതാകുമ്പോൾ സുഖമാണ് നമുക്ക്. അധികം നേരത്തെ ഈ ഒരു നേരത്തെ നീച്ചാൽ തന്നെ 5:30 6 മണിക്ക് ശരിക്കും നീച്ചാൽ മതി. 6:30 മണി 6:30 എണീറ്റാൽ മതി. പക്ഷേ എന്തോ ഉറക്കം വരുന്നില്ല, എന്താണെന്നറിയില്ല. അങ്ങനെ ചോറൊക്കെ അരി അടുപ്പത്തിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ തുടയ്ക്കാൻ നിന്നിട്ട് എല്ലായിടത്തും കൂടെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. നമുക്ക് വിളക്ക് വയ്ക്കേണ്ടതാണ്. അതുകൊണ്ട് നമ്മളൊന്ന് രാവിലെ നേരത്തെ എണീറ്റ് തുടക്കട്ടോ. ഞാൻ തുടയ്ക്കൽ കഴിഞ്ഞപ്പോൾ നമ്മൾ നേരെ പോയി കുളിച്ച് വൃത്തിയായി വന്നിട്ട് വിളക്ക് വെക്കാൻ നിന്നിട്ടോ. അമ്മ മാല ഇട്ടു. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ 2 നേരം വിളക്ക് വെക്കട്ടോ. അല്ലെങ്കിൽ ഒരു നേരം വൈകിട്ട് മാത്രമേ വയ്ക്കാറുള്ളൂ. ഇപ്പോൾ 2 നേരം വിളക്ക് വെക്കട്ടോ. അങ്ങനെ പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞു. പിന്നെ ഈ സാധനം കണ്ടോ, ആ പുക വരുന്ന സാധനം ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാട്ടോ. നല്ല സാധനം കേട്ടോ, നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് ഇന്ന് കൂട്ടാൻ വെക്കാനായിട്ട് ചീര ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ. അപ്പോൾ അതൊന്ന് അരിഞ്ഞ് സെറ്റാക്കി വെക്കുന്നുണ്ട്. ഇത് മാത്രം മതി, വേറെ ഒന്നും ഞാൻ ഉണ്ടാക്കുന്നില്ല കേട്ടോ. ഇനി വൈകിട്ട് വന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന് വെച്ചു. നമ്മൾ ഒറ്റയ്ക്കല്ല, അപ്പോൾ അത് മതിയെന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ ചീരൊക്കെ അരിഞ്ഞ് വൃത്തിയാക്കി നല്ലപോലെ ഒന്ന് കഴുകി എടുക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ചോറ് വെന്തിട്ട്, അത് വേഗം വേകുന്നൊരു അരിയാണ്. പൊന്നിയരി എന്ന് പറഞ്ഞിട്ടാണ്. ചിലർക്ക് ഈ അരി പറ്റില്ല, റേഷൻ അരി പോലെയാണ്. പക്ഷേ എനിക്കിഷ്ടമാണ് കേട്ടോ, നല്ല ഇഷ്ടമാണ്. പിന്നെ നമ്മൾ ചീരേൻ്റെ കുറച്ച് വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ വേസ്റ്റ് ബോക്സിലാക്കി എടുത്ത് വെക്കാനല്ല, കൊണ്ടുപോയി കളയാനാണ് കേട്ടോ. അതൊക്കെ ഒന്ന് എടുത്ത് അവിടുന്ന് മാറ്റി വെച്ചു കേട്ടോ. എന്നിട്ട് ചീരയിലേക്ക് നമുക്ക് പച്ചമുളകും അതുപോലെ ചെറിയ ഉള്ളി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, സവാള എടുത്തിട്ട് കുനുകുനാന്നരിഞ്ഞ് സെറ്റാക്കി എടുത്തിട്ടോ. ഞാൻ സവാളയ്ക്ക് പകരം സവാള അല്ലെങ്കിൽ ഇതൊക്കെ തന്നെയാണ് ട്രിക്ക് യൂസ് ചെയ്യാറ് കേട്ടോ. എല്ലാവരും ഇങ്ങനെ തന്നെയാണ്, തട്ടിക്കൂട്ട് തന്നെയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് എറിഞ്ഞിട്ട് ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അത് ചൂടായി വരുമ്പോൾ അതൊക്കെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് അതിലേക്ക് നമ്മൾ ചീര ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഉപ്പിട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് അത് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്താൽ മതി കേട്ടോ. അധികം വേവൊന്നുമില്ല, കുറച്ച് വേവുള്ളൂ. ചീരയൊക്കെ പെട്ടെന്ന് ആയിക്കോട്ടെ. അപ്പോഴേക്കും നേരെ നല്ല വെളുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ മുറ്റടിക്കുന്നില്ല. ഇന്നലെ ഞാൻ മുറ്റടിച്ചതുകൊണ്ട് ഇന്ന് ഞാൻ മുറ്റടിക്കുന്നില്ല കേട്ടോ. ഞാൻ അങ്ങനെ 1 മാത്രമേ ചെയ്യാറുള്ളൂ. പിന്നെ നമ്മൾ ഓരോ ഗ്ലാസ് കട്ടനൊക്കെ കുടിച്ചിട്ടോ. എന്തോ ആലോചിച്ചിട്ടാണ് കട്ട കുടിക്കുന്നത്, എന്താണെന്നൊരു പിടിയില്ല. അങ്ങനെ ആലോചിച്ചൊക്കെ കഴിഞ്ഞ് കട്ടനും കുടിച്ചിട്ട് നമ്മൾ ചോറാക്കാൻ നിന്നിട്ടോ. അപ്പോൾ നമ്മൾ കൊണ്ടുപോകാൻ ചോറാക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ചോറാക്കി ഇതിൽ 2 പ്ലേറ്റിൽ ചോറാക്കും, 2 ചോറ്റുപാത്രം ചോറാക്കും. പക്ഷേ അതിലൊരു ചോറ്റുപാത്രം വെറുതെയാണ്, അത് വീട്ടിൽ വെക്കാൻ തന്നെയാണ്, വീട്ടിൽ നിന്ന് കഴിക്കാനതാണ് കേട്ടോ. അത് രസമല്ല അങ്ങനെ കഴിക്കാൻ. ചോറ്റുപാത്രം അങ്ങനെ ആക്കി വെച്ചിട്ട് ഉച്ചയാകുമ്പോൾ കഴിക്കാൻ നല്ല രസമാണ് കേട്ടോ. അപ്പം നമ്മൾ ചോറാക്കി അതിൻ്റെ മുകളിലൊരു പാത്രം വെച്ചിട്ട് അതിൽ ഉപ്പേരി ആക്കിയിട്ട് അടച്ച് വെച്ച് എല്ലാം സെറ്റാക്കി എടുത്തിട്ടോ. പിന്നെ നമ്മൾ റെഡിയായി. മുടി എങ്ങനെ കെട്ടിയിട്ട് നമുക്കത് ശരിയാവുണ്ടായിരുന്നില്ല. അവസാനം പിന്നെ എങ്ങനെയൊക്കെയോ വാരി പൊത്തിപ്പിടിച്ച് കെട്ടി വെച്ചിട്ടോ എല്ലാം. എനിക്ക് മുടി കെട്ടാനാണ്, ഹെയർ സ്റ്റൈലൊന്നും തീരെ അറിയില്ല. പിന്നെ എന്തോ കാട്ടി എല്ലാം സെറ്റാക്കി എടുത്തു. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഒരു മോർണിംഗ് വ്ളോഗ് കേട്ടോ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ പുതിയതായിട്ട് ആരെയും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യട്ടെ. അപ്പോൾ അത്രേ ഉള്ളൂ.